നമ്മുടെ വീടുകളിലൊക്കെ കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിൻ്റെ പേര് ചിലർ നേരിടേണ്ടി വരുന്ന ഒരു അനീതി. ആരും പറയാതെ തന്നെ പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്തു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ പേരൻസ് അവരുടെ കാര്യത്തിൽ കെയർലെസ് ആയിരിക്കും. എന്നിട്ട് അവരുടെ സമയവും പണവും റിസോഴ്സും ഒക്കെ കൊണ്ടുപോയി ചെലവഴിക്കുന്നത് പഠിക്കാൻ മടിയുള്ള, ഒന്ന് തിരിഞ്ഞിരിക്കാൻ 4 പേരുടെ ഹെൽപ്പ് ആവശ്യമുള്ള മറ്റേ കുട്ടിക്ക് വേണ്ടിയായിരിക്കും. ഉഴപ്പൻ്റെ ചെറിയ വിജയങ്ങൾ പോലും പേരൻസിന് വലിയ സന്തോഷമായിരിക്കും. പക്ഷേ പാവം മറ്റേ കുട്ടിയുടെ വലിയ വിജയങ്ങൾ പോലും ഒരു സാധാരണ ദിവസം ആര് മൈൻഡ് ചെയ്യാൻ? നിനക്ക് കഴിവുണ്ടല്ലോ, മറ്റവന് കഴിവില്ലല്ലോ. അങ്ങനെ സ്വന്തം അച്ചീവ്മെൻറ്റുകൾ ആരോടും പറയാതിരിക്കുക എന്നുള്ളത് അവർക്കൊരു ശീലമാവും. ഇനി എത്ര മുതിർന്നാലും പ്രായമായാലും പേരൻസിൻ്റെ മനസ്സും സ്നേഹവും വാത്സല്യവുമൊക്കെ ആ ഉഴപ്പൻ്റെ പുറകെ തന്നെ ആയിരിക്കും. പക്ഷേ ബാധ്യതകളും ചുമതലകളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതും ഉത്തരവാദിത്തം കാണിക്കുന്ന ആളും. അങ്ങനെ അമിത വാത്സല്യങ്ങളോ പ്രകടനങ്ങളോ സപ്പോർട്ടോ കിട്ടാതെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആ മിടുക്കനും മിടുക്കിക്കും ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ വീടുകളിലൊക്കെ കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിൻ്റെ പേര് ചിലർ നേരിടേണ്ടി വരുന്ന ഒരു അനീതി. ആരും പറയാതെ തന്നെ പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്തു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ പേരൻസ് അവരുടെ കാര്യത്തിൽ കെയർലെസ് ആയിരിക്കും. എന്നിട്ട് അവരുടെ സമയവും പണവും റിസോഴ്സും ഒക്കെ കൊണ്ടുപോയി ചെലവഴിക്കുന്നത് പഠിക്കാൻ മടിയുള്ള, ഒന്ന് തിരിഞ്ഞിരിക്കാൻ 4 പേരുടെ ഹെൽപ്പ് ആവശ്യമുള്ള മറ്റേ കുട്ടിക്ക് വേണ്ടിയായിരിക്കും. ഉഴപ്പൻ്റെ ചെറിയ വിജയങ്ങൾ പോലും പേരൻസിന് വലിയ സന്തോഷമായിരിക്കും. പക്ഷേ പാവം മറ്റേ കുട്ടിയുടെ വലിയ വിജയങ്ങൾ പോലും ഒരു സാധാരണ ദിവസം ആര് മൈൻഡ് ചെയ്യാൻ? നിനക്ക് കഴിവുണ്ടല്ലോ, മറ്റവന് കഴിവില്ലല്ലോ. അങ്ങനെ സ്വന്തം അച്ചീവ്മെൻറ്റുകൾ ആരോടും പറയാതിരിക്കുക എന്നുള്ളത് അവർക്കൊരു ശീലമാവും. ഇനി എത്ര മുതിർന്നാലും പ്രായമായാലും പേരൻസിൻ്റെ മനസ്സും സ്നേഹവും വാത്സല്യവുമൊക്കെ ആ ഉഴപ്പൻ്റെ പുറകെ തന്നെ ആയിരിക്കും. പക്ഷേ ബാധ്യതകളും ചുമതലകളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതും ഉത്തരവാദിത്തം കാണിക്കുന്ന ആളും. അങ്ങനെ അമിത വാത്സല്യങ്ങളോ പ്രകടനങ്ങളോ സപ്പോർട്ടോ കിട്ടാതെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആ മിടുക്കനും മിടുക്കിക്കും ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.